ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മുടെ ലണ്ടൻ യാത്രയുടെ പാർട്ട് 2 ആയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് വരുന്നത്. ഈ ടവർ ബ്രിഡ്ജ് എന്ന് പറയുന്നത് ലണ്ടൻ്റെ മെയിൻ ലാൻഡ്മാർക്ക് തന്നെയാണ് കേട്ടോ. ലണ്ടൻ ബ്രിഡ്ജ് എന്ന് പറഞ്ഞ് ഇത് ആൾക്കാർ കൺഫ്യൂസ് ആവാറുണ്ട്. ഈ ബ്രിഡ്ജിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 940 ഫീറ്റാണ്. അതുപോലെ ഹൈറ്റ് എന്ന് പറയുന്നത് 213 ഫീറ്റുമാണ് കേട്ടോ. ഇത് കൺസ്ട്രക്ഷൻ ഇതിൻ്റെ അവസാനിച്ചത് 1894 ഓപ്പൺ ചെയ്തതും 1894 തന്നെയായിരുന്നു കേട്ടോ. ഇതിലേക്ക് നമ്മൾ ഏത് സ്ഥലങ്ങളിലേക്ക് പോകുന്നതിന് ടിക്കറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ടിക്കറ്റ് നമ്മൾ തലേദിവസം എടുത്ത്, കാരണം ആ ടൈമിൽ നമ്മൾ അങ്ങോട്ട് ചെന്നാൽ മതി, അല്ലാതെ നമ്മൾ അവിടെ കയറ്റുമല്ലോ. നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ടൈം ആവാത്ത കാരണം നമ്മൾ അവിടെ ടൈം സ്പെൻഡ് ചെയ്തു. ഈ താഴെ കാണുന്ന സ്റ്റോൺസ് എല്ലാം പണ്ട് തൊട്ടുള്ള ആ ഒരു സ്റ്റോൺസ് അവരത് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ തേംസ് റിവറിൻ്റെ അവിടുന്ന് ബ്രിഡ്ജിലോട്ട് കയറാനുള്ള വഴിയിലേക്ക് നമ്മൾ പോവുകയാണ്. ഇവിടുന്ന് നമുക്ക് ലിഫ്റ്റ് കൊണ്ട്, അല്ലാതെ സ്റ്റെപ്പ് വഴി നമുക്ക് കയറി പോകാമേ. അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പം പോകുന്നു ഒരു പോലീസ്. നമുക്ക് കരയിൽ കൂടെയും ആകാശത്തൂടെയും അല്ല, വെള്ളത്തിൽ കൂടെയും ഇവിടെ പോലീസ് ഉണ്ട് കേട്ടോ. അങ്ങനെ അവർ പറന്നു പോകുന്നുണ്ട് എന്തോ ആവശ്യത്തിന്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നമ്മുടെ ആ ബ്രിഡ്ജിലേക്ക് കയറി കേട്ടോ. അപ്പം ഈ ബ്രിഡ്ജിൽ കാണുന്ന ദൂരെ കാണുന്നതാണ് ടവർ. 2 ടവറുകളുണ്ട്. ആ 2 ടവറുകൾക്ക് ഇടയിലുള്ള ഒരു പ്ലേസാണ് ഈ ബ്രിഡ്ജ് ഓപ്പൺ ചെയ്യുന്ന പ്ലേസ്. അതിൻ്റെ അടിയിൽ കൂടെയാണ് ഷിപ്പുകൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ആ ടവറിലേക്കാണ് ഇപ്പോൾ ഇനി കയറാൻ പോകുന്നത്. അതിൻ്റെ അവിടെ പ്രത്യേക സെക്യൂരിറ്റി ലൈൻസും ഒക്കെ കാര്യങ്ങളുണ്ട്. ആ ടിക്കറ്റ് നോക്കി അതിനനുസരിച്ചിട്ട് ആണ് അവർ അതിൻ്റെ മുകളിലേക്ക് കയറ്റിവിടുന്നത്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ, വിസിറ്റേഴ്സ്. അങ്ങനെ അവിടുന്ന് ആ ബ്രിഡ്ജിൽ നിന്ന് നമ്മുടെ തേംസ് റിവറിലേക്കുള്ള ഒരു വ്യൂ ആണ് കേട്ടോ ഇത്. ഇഷ്ടംപോലെ ചെറിയ ചെറിയ ഷിപ്പുകളും ഒക്കെ അവിടെ താഴെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒത്തിരി ആളുകൾ വിസിറ്റ് ചെയ്യുന്ന ഒരു പ്ലേസാണ്. നമ്മളിപ്പോൾ അങ്ങോട്ട് ഉള്ളിലേക്ക് കയറി ചെക്കിംഗ് ഒക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് കയറി നമ്മൾ മുകളിൽ ചെന്ന് കഴിയുമ്പം ഒന്നെങ്കിൽ ലിഫ്റ്റിൽ പോകാം, അല്ലെങ്കിൽ സ്റ്റെപ്പുണ്ട്. ഏകദേശം 206 സ്റ്റെപ്പുണ്ട് നമുക്ക് മുകളിലേക്ക് കയറാൻ കേട്ടോ. അങ്ങനെ കയറി നമ്മളവിടെ ചെല്ലുമ്പോൾ ഈ ബ്രിഡ്ജ് ഉണ്ടാക്കിയ ആ കൺസ്ട്രക്ഷൻ ടൈം തൊട്ട് അത് ഓപ്പൺ ചെയ്ത് ആ ഒരു ടൈം വരെയുള്ള ആ ഒരു പഴയ ലണ്ടൻ്റെ വീഡിയോസാണ് അവർ ഇവിടെ പ്ലേ ചെയ്തേക്കുന്നത്. അപ്പോൾ പണ്ടത്തെ അവിടുത്തെ കുതിരവണ്ടികളും പഴയ കാറുകളും അങ്ങനത്തെ ബസ്സുകളും അങ്ങനെ എല്ലാ കാര്യങ്ങളും അവിടെ അവർ പ്രദർശിപ്പിക്കുന്നുണ്ട്. നമുക്കതെല്ലാം അവിടെ ഇരുന്ന് കണ്ട് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അതൊരു പ്രത്യേക ഒരു അനുഭവം തന്നെയാണ് കേട്ടോ, ആ ഒരു പണ്ടത്തെ ലണ്ടനെ കാണാൻ പറ്റുക എന്ന് പറയുന്നത്. അതിനുശേഷം ഈ കാണുന്നതാണ് ഈ 2 ടവറുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു വോക്ക് വേ ആണത്. അതവിടെ ഒരു ഗാലറി പോലെയാണ്. അതവിടെ കുറേ ബ്രിഡ്ജിൻ്റെ കൺസ്ട്രക്ഷൻ്റെ കാര്യങ്ങളെക്കുറിച്ചുള്ള കുറേ പിക്ചേഴ്സും അത് ചെയ്ത ആൾക്കാരുടെ പേരുകളും അതിനു വേണ്ടി ഉപയോഗിച്ചിരുന്ന ഓരോ ഡ്രസ്സുകൾ, മെറ്റീരിയലുകൾ, സ്ക്രൂ വരെ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുവേണ്ടി അവരുപയോഗിച്ച പ്ലെയറുകൾ, എല്ലാ സാധനങ്ങളും അവിടെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതെന്ന് പറയുന്ന ഒരു പെന്നി പ്രസ്സറാണ്. ഇത് നമുക്കവിടെ ഒരു ചെറിയ എമൗണ്ട് പേ ചെയ്ത് കഴിയുമ്പം ഇതിനകത്ത് കുറേ പെന്നീസ് കിടപ്പുണ്ട്. അപ്പോൾ ആ പെന്നികൾ പ്രസ് ചെയ്ത് നമ്മൾ ആ വീലിൽ കറക്കി അത് പ്രസ് ചെയ്ത് വരുമ്പോൾ കുറേ ലക്കി കോയിൻസ് എന്നും പറഞ്ഞാണത് എടുക്കുന്നത്. അപ്പോൾ കുറേ 2-3 ലക്കി പിക്ചേഴ്സൊക്കെ അവരതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണം ഈ ടവർ ബ്രിഡ്ജിൻ്റെയും പിന്നെ ഒരു പ്ലാന്റിൻ്റെ ഒക്കെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ കോയിന്, ശരിക്കിനുള്ള ആ കോയിൻ പ്രസ് ചെയ്ത് ആ ഒരു പരന്ന പരുവത്തിലാക്കി നമുക്ക് കിട്ടും. പിന്നെ ഈ കാണുന്നതാണ് ഗ്ലാസ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഇത് ഈ വോക്ക് വേയിൽ ഉള്ളതാണ്. ഈ നമ്മൾ ആ 2 ടവറുകൾക്കിടയിൽ കൂടെ ഉള്ള വോക്ക് വേയിലുള്ള സംഭവമാണ് ഈ ഗ്ലാസ് ബ്രിഡ്ജ്. ഇതിലേക്കൂടെ നമുക്ക് നടക്കുമ്പോൾ താഴെ നമ്മുടെ ആ ബ്രിഡ്ജ്, ആ ഓപ്പൺ ആവുന്ന ബ്രിഡ്ജില്ലേ, താഴെ ഷിപ്പ് പോകുമ്പം ആ ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടെയാണ് നമ്മളിപ്പോൾ നടന്നു പോകുന്നത്. അങ്ങനെ ഇവിടെ ഇതൊരു ഗാലറിയാണെന്ന് പറഞ്ഞല്ലോ. ഇവിടെ റോട്ടിൽ കൂടി ഏകദേശം 40,000 ക്രോസിങ് എവറി ഡേ നടക്കുന്നുണ്ട്. ഇതൊരു പറയുകയാണെങ്കിൽ ഈ ഗാലറി ഒരു ടവർ ബ്രിഡ്ജിൻ്റെ എക്സിബിഷൻ സെൻ്ററാണ് കേട്ടോ. അന്ന് വോക്ക് വേ 2005 തൊട്ടാണ് ഒരു എക്സിബിഷൻ സ്പേസ് ആക്കി അവർ ഉപയോഗപ്പെടുത്താൻ തുടങ്ങിയത് കേട്ടോ. അങ്ങനെ ഇതിന് താഴെയായിട്ടാണ് ഇതിൻ്റെ
എൻജിൻ റൂം, വിക്ടോറിയൻ എൻജിൻ റൂം എന്നാണ് അതിന് പറയുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഈ പോക്ക്വേ കൂടെ ഈ ഗ്ലാസ് ഫ്ലോറിൽ കൂടെ നടക്കാനും ഈ എക്സിബിഷൻ സ്പേസ് എല്ലാം നമുക്ക് കാണുന്നത് അതിൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരു പ്രത്യേക ഒരു ഫീലാണ് കേട്ടോ നമുക്ക് ആ സമയത്ത്. വളരെ വളരെ സുന്ദരമായിട്ടൊരു മുഹൂർത്തമായിട്ടാണ് അത്. അങ്ങനെ പിന്നെ ഇവിടുന്ന് നമ്മൾ ഇറങ്ങി താഴെ നമ്മൾ എൻജിൻ റൂമിലേക്കാണ് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത്. അപ്പം ഇതുവഴി അതേ നോക്കുമ്പോൾ താഴെ കൂടെ കണ്ടോ വണ്ടികളെല്ലാം പോകുന്നത് നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാവേ. അപ്പം നമ്മൾ താഴെ എൻജിൻ റൂമിലോട്ട് എത്തി കേട്ടോ. ഇതാണ് നമ്മുടെ ഈ ബ്രിഡ്ജിൻ്റെ എൻജിൻ റൂം. അപ്പോൾ ഇത് ഹൈഡ്രോളിക് എൻജിൻസാണ് ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ 1974 തൊട്ട് ഇത് റീപ്ലേസ് ചെയ്ത് ന്യൂ ഇലക്ട്രോ ഹൈഡ്രോളിക് ഡ്രൈവ് സിസ്റ്റത്തിലേക്ക് മാറ്റി കേട്ടോ. അപ്പം ഇത് കുറേ ഉണ്ട് ഇങ്ങനെ ചുറ്റി നടന്ന് കാണാൻ. പിന്നെ പിള്ളേരൊക്കെ കൂടെ ഉള്ളതുകൊണ്ട് അവർക്ക് ഈ എൻജിനുകളുടെ യന്ത്രങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊന്നുമുള്ള ധാരണയെത്താത്ത ആൾക്കാരായതുകൊണ്ട് അവരിതൊന്നും കണ്ടില്ല. ഞങ്ങളും ഇതുകൊണ്ട് പെട്ടെന്ന് പോകേണ്ടി വന്നു. അപ്പോൾ ഈ കാണുന്ന ഈ ഗ്രീൻ കളറിലെ വീലില്ലേ, ഇതാണ് നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള യഥാർത്ഥത്തിലുള്ള ഒറിജിനൽ സ്റ്റീം എൻജിൻ എന്ന് പറയുന്ന സാധനം. അപ്പം ഈ സാധനം ഈ ഗ്രീൻ കളറിലുള്ളത് ഒറിജിനൽ സ്റ്റീം എൻജിനാണ് കേട്ടോ. ഇതാണ് സ്റ്റീം എൻജിൻ എന്ന് നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള സാധനം. പിന്നെ ഈ സാധനത്തിന് അവിടെ എല്ലാം വളരെ കൃത്യമായിട്ട് അവർ എഴുതിയിട്ടുണ്ട്, അതിൻ്റെ പ്രവർത്തനങ്ങളും എല്ലാം എഴുതിയിട്ടുണ്ട്. പിന്നെ പിള്ളേരെയും കൊണ്ട് പോകുമ്പോൾ ഇവർക്കിതൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാരണം നമ്മൾ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ നമ്മൾ ഇതെല്ലാം കണ്ട് പുറത്തിറങ്ങി. അന്നേരത്തേക്ക് എല്ലാവർക്കും നല്ല കണക്ക് വിശപ്പായി. അപ്പോൾ ഇതിൻ്റെ ചുറ്റുപാടുമുള്ള ബിൽഡിങ്ങുകളാണ് കേട്ടോ, വളരെ മനോഹരമായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളവിടെ കുറേ കടകളുണ്ട് കേട്ടോ. മിക്ക രാജ്യങ്ങളിൽ നിന്നുള്ള ഫുഡ് അവിടെ അവൈലബിൾ ആണ്, പക്ഷേ നല്ല സൂപ്പർ വിലയാണ്. അങ്ങനെ നമ്മൾ അവിടുന്ന് പുറത്തിറങ്ങി ഫുഡൊക്കെ കഴിച്ച് നമ്മൾ അടുത്ത പ്ലേസിലേക്ക് പോകാൻ വേണ്ടി ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ട് അടുത്ത പ്ലേസിലേക്ക് പോകാൻ, അതായത് നമ്മൾ ലണ്ടൻ ഐയിലേക്കാണ് നമ്മൾ അടുത്തത് പോകാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഫുഡ് മേടിക്കാൻ വേണ്ടിയുള്ള കടയൊക്കെ തപ്പി നടക്കുമായിരുന്നു. കാരണം എല്ലായിടത്തും ഭയങ്കര ക്യൂ ആയിരുന്നു ആ സമയത്ത് കേട്ടോ. ഫുഡ് കഴിക്കുന്ന സമയം ഏകദേശം ആഫ്റ്റർനൂൺ ടൈമായിരുന്നു, അത് കാരണം നല്ല തിരക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങളവിടെ ഒരു സ്ഥലത്ത് നമുക്കവിടെ ഇരിക്കാനൊക്കെയുള്ള സ്ഥലങ്ങളുണ്ട് ഇഷ്ടം പോലെ. അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി നമ്മളവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അടുത്ത പ്ലേസിലേക്ക് പോകാൻ റെഡിയാവുകയാണ്. അപ്പം അടുത്ത പാർട്ട് 3 നമുക്ക് ലണ്ടൻ ഐയുമായിട്ട് വീണ്ടും കാണാം. അങ്ങനെ ഈ ലണ്ടൻ യാത്ര വളരെ അടിപൊളിയായിരുന്നു. പിന്നെ പിള്ളേരെയും കൊണ്ടൊക്കെ പോകുമ്പം അവരുടെ ഇഷ്ടത്തിനും കൂടെ നമ്മൾ നിൽക്കണമല്ലോ. അപ്പം നമ്മളെല്ലാ കാര്യമൊന്നും നമുക്ക് അങ്ങനെ കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. അവരുടെ ഏജ് അനുസരിച്ച് അവർക്കും ഇതൊന്നും വലിയ എൻജോയ് ചെയ്യാൻ പറ്റത്തൊന്നുമില്ല. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അല്ലേ അവർക്കും ഇഷ്ടപ്പെടുള്ളൂ. അങ്ങനെ ഞങ്ങൾ അടുത്ത പ്ലേസിലേക്ക് പോകാൻ സമയമായി. വെറുതെ പിടിച്ച് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ കാരണം നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത കറക്റ്റ് ടൈമിൽ തന്നെ, നമ്മൾ മലയാളികളായതുകൊണ്ട് സമയത്തിന് നമ്മളൊരു സ്ഥലത്തും ചെല്ലുമല്ലോ. പക്ഷേ ഇംഗ്ലീഷുകാർ അങ്ങനെയല്ല, അവരൊരു 5 മിനിറ്റ് മുമ്പ് ആ ടൈമിൽ അതിന് 5 മിനിറ്റ് മുമ്പ് അവരവിടെ ചെന്നിരിക്കും. അപ്പം ഇവിടെ വരുമ്പം നമ്മൾ ആ ഒരു റൂൾസ് ഫോളോ ചെയ്യണമല്ലോ. അങ്ങനെ ഞങ്ങൾ ഈ ബിൽഡിങ്ങുകളുടെ ഇടയിൽ കൂടി, ആകാശം മുട്ട നിൽക്കുന്ന ബിൽഡിങ്ങുകളുടെ ഇടയിൽ കൂടി ഞങ്ങളുടെ ലണ്ടൻ ഐയിലേക്ക് പോകാൻ വേണ്ടി, ഇതെല്ലാം അടുത്തടുത്ത് തന്നെയാണ് കേട്ടോ, ചെറിയ ദൂരങ്ങളേ ഉള്ളൂ. അപ്പം ആ ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് നോക്കൂ, ആകാശം വളരെ ചെറിയൊരു പാത പോലെ കാണാം. അങ്ങനെ ഞങ്ങൾ ആ ചെറിയ വഴിയിൽ കൂടി, പക്ഷേ താഴെ വിശാലമായ വഴിയിൽ കൂടി ഞങ്ങൾ നടന്ന് ഞങ്ങളുടെ ലണ്ടൻ ഐയിലേക്ക് പോവുകയാണ്. അപ്പോൾ അടുത്ത പാട്ടിൽ നമുക്ക് ലണ്ടൻ ഐയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ.